അങ്ങേക്ക് അടുത്ത 7 ദിവസം നമ്മുടെ കൊട്ടാരത്തിൽ അതിഥിയായി താമസിക്കാവുന്നതാണ്. അതിനുശേഷം നാം അങ്ങയെ അങ്ങയുടെ രാജ്യത്തിലെത്തിക്കാനുള്ള സംവിധാനം ഒരുക്കാം. അങ്ങേക്ക് 1000 നന്ദി മഹാരാജൻ. അങ്ങ് തെല്ലും ആശങ്കപ്പെടേണ്ട. നാം ഇവിടെ തങ്ങുന്ന കാലം അത്രയും ഇവിടെയുള്ള ആർക്ക് യാതൊരു കഷ്ടതയും വരുത്തില്ല. നമ്മുടെ കാര്യങ്ങളെല്ലാം നാം സ്വയം നിർവഹിക്കുന്നതാണ്. കരുതരുത്. അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? അങ്ങ് ഇവിടെ താമസിക്കുമ്പോൾ നമ്മുടെ ഈ കൊട്ടാരത്തിലെ എല്ലാവരും അങ്ങയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. അങ്ങ് വിശ്രമിച്ചാലും. ആശ്ചര്യം തന്നെ. ഒരു രാജകുമാരൻ സ്വന്തം രാജ്യവും ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ സേവകനായി കഴിയാൻ ആഗ്രഹിക്കുന്നു. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താ? ഇദ്ദേഹത്തെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയതിലൂടെ നാം എന്തെങ്കിലും പിഴവ് ചെയ്തോ? വിക്രമദേവാ, നിനക്ക് സത്യം അറിയില്ല. നീ നിന്റെ കൊട്ടാരത്തിൽ ഒരു വിശ്വസർപ്പത്തെ പരിപാലിക്കാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ ജോഡിലേക്ക് നിന്റെ കൊട്ടാരത്തിൽ സ്വയം പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ ജോഡിലിയുടെ വിഷം നിന്റെ സാമ്രാജ്യത്തെ തന്നെ താറുമാറാക്കുന്നതാണ്. അഥവാ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ യഥാർത്ഥ രാജാവിനെ വധിച്ചു കാണിക്കൂ. എങ്കിൽ ഞാൻ നിന്നെ ഒരു ധീരനായിട്ട് അംഗീകരിക്കുന്നതാണ്. ദേവദത്ത, നമ്മുടെ പുത്ര, നീ ഇത്രയും ചിന്തിക്കുന്നത് എന്തിനാണ്? എന്താ, നീ നമ്മുടെ അപമാനത്തിന് പ്രതികാരം ചെയ്യില്ലേ? പിതാശ്രീ, പിതാശ്രീ, അങ്ങ് പിതാശ്രീ, 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 എന്തുപറ്റി ദേവദത്ത? നാം ഉദ്ദേശിച്ചത് എന്തോ കാര്യമുണ്ടല്ലോ. അതെന്താണെങ്കിലും പറയ. നീ ഇത്രയും ആശങ്കപ്പെടുന്നത് എന്തിനാ? നമുക്കിനിയും വൈകാനാവില്ല അഭിരാജ്. നമുക്ക് ആ വിക്രമദേവനെ എങ്ങനെയെങ്കിലും നേരിട്ടേ മതിയാവൂ. നമുക്ക് പിതാശ്രീയുടെ മരണത്തിന് പ്രതികാരം ചെയ്യണം. ഇനിയും ഇതുപോലെ സമയം പാഴാക്കി കളയാൻ സാധിക്കില്ല. ഇന്നു തന്നെ നാം രൂപനഗരത്തിലെ കൊട്ടാരത്തിലേക്ക് പോകുന്നതാണ്. രൂപനഗരത്തിലെ കൊട്ടാരത്തിലേക്കോ? നിന്റെ മാനസിക നില തെറ്റിയോ? നീ അധികാരിയാകുന്നതിന്റെ ആഘോഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നീ ഇപ്പോൾ രൂപനഗരവുമായി ശത്രുത സ്ഥാപിച്ചിരിക്കുകയാണ്. എല്ലാം അറിഞ്ഞിട്ടും നീ എന്താണ് വിഡ്ഢിത്തം കാണിക്കുന്നത്? അത് വിഡ്ഢിത്തമാണ്. ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ പിതാവിന് മൃത്യു സംഭവിച്ചിരിക്കുകയാണ്. അതിന് കാരണക്കാരനായവനെ വധിക്കാതെ നാം നമ്മുടെ സമയം ഇവിടെ വ്യർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആവേശം കളയാൻ വേണ്ടിയാണ് നീ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാം നിന്നെ തടയുകയാണ് ദേവദത്ത. ഇപ്പോൾ ആശങ്കപ്പെടാനുള്ള സമയമല്ല. സ്വസ്ഥമായ മനസ്സോടെ ചിന്തിച്ചുറപ്പിച്ച് തീരുമാനമെടുക്കാനുള്ള സമയമാണിത്. ഇല്ല, നമ്മുടെ പിതാവിനാണ് മൃത്യു സംഭവിച്ചിരിക്കുന്നത്, അതും അവരുടെ കരങ്ങൾ കൊണ്ട്. അതിന് യാതൊരു കാരണവുമില്ല.
അതുകൊണ്ട് നമുക്ക് ശാന്തനായിരിക്കാൻ സാധിക്കുകയില്ല. നിനക്കത് മനസ്സിലാകില്ല.